അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാ. 6ാം ക്ലാസ്സിലെ ദുറൂസിലെ 6ാമത്തെ പാഠം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. തീർപ്പും കൽപ്പനയും അള്ളാഹുവിന് മാത്രമാകുന്നു. ഇതിൻ്റെ തെദ്രീബാത്താണ്. നുജീബു, ചോദ്യത്തിന് ഉത്തരം എഴുതണം. മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഒന്ന് ലാസ്റ്റായി പോയിക്കണല്ലേ. നിയമങ്ങൾ ഇല്ലാത്ത ജീവിതം അരാജകത്വത്തിലേക്ക് നയിക്കും. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അച്ചടക്കവും വ്യവസ്ഥയും ആവശ്യമാണ്. അതിനാൽ നിയമങ്ങളില്ലാത്ത ജീവിതം അസാധ്യമാണ്. 2. മനുഷ്യർ തന്നെ നിയമമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? മനുഷ്യർ സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് പലപ്പോഴും പക്ഷപാതപരമായോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലോ ആകാൻ സാധ്യതയുണ്ട്. അത് സമൂഹത്തിൽ അസമത്വത്തിനും അനീതിക്കും വഴിവെക്കും. 3. നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹു തആലയാണ്. കാരണം അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ക്രമത്തിനും മനുഷ്യരുടെ നന്മക്കും വേണ്ടിയുള്ളതാണ്. അല്ലാഹുവാണ് യഥാർത്ഥ നിയമദാതാവ്. അതുകൊണ്ട് നാം അവനെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളവിടെ പറഞ്ഞില്ലേ, ഒരു കമ്പനീൻ്റെ ഒരു കാർ ഇറക്കിയാൽ അതിൻ്റെ കമ്പനിയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ യൂസർ മാനുവൽ പുറത്തിറക്കുക. അതൊക്കെ തന്നെ ഇവരെ അനുസരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ? മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും. നുബയ്യിനു, വിശദീകരിക്കുക. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ഒന്നതാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഈ വചനത്തിൻ്റെ അർത്ഥം നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അള്ളാഹുവിനാണെന്നാണ്. മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് മനുഷ്യന് ഏറ്റവും ഉചിതമായത്. ഇനി തഖ്സീസാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവുമില്ല. കുറിപ്പ് എഴുതുക. മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥനല്ല, മറിച്ച് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ഒരു അമാനത്ത് അഥവാ സൂക്ഷിപ്പ് ആണ് അത്. അതിനാൽ എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അനിയന്ത്രിതമായി പ്രവർത്തിക്കാൻ ആർക്കും അവകാശമില്ല. ശരീരം ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. 2. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം. ഒരു രചന തയ്യാറാക്കുക. മനുഷ്യൻ ഭൂമിയിൽ അർത്ഥപൂർണമായി ജീവിക്കാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ നിയമങ്ങൾ പിന്തുടരുന്നത് വഴി സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ സാധിക്കുന്നു. അത് അഹങ്കാരത്തെയും അക്രമത്തെയും തടയുകയും മനുഷ്യന് ഉത്തമമായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നത് പരലോകത്തും ഇഹലോകത്തും വിജയം നൽകുന്ന കാര്യമാണ്.
അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ മശായിഖുമാർക്ക് എല്ലാ പാപങ്ങളും നിരുപാധികം നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ഓർമ്മയും ബുദ്ധിയും ഏറ്റിത്തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരാക്കണേ അല്ലാഹ്. പലരും ഖബറിലുണ്ട് റബ്ബേ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.